നമുക്കറിയാം, നമ്മുടെ അംഗൻവാടിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന അർഹരായ ഗുണഭോക്താക്കളായി നമ്മൾ പരിഗണിക്കുന്നത് ഗർഭിണികളെയും ലാക്ടേറ്റീവ് മദറിനെയും അതേപോലെ തന്നെ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയുമാണ്. ഇത്തരത്തിൽ വരുന്ന ഗുണഭോക്താക്കളെ ആധാർ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ. ഈ 2 ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് പോഷൻ ട്രാക്കറിലേക്ക് ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പോഷൻ ട്രാക്കറിൻ്റെ ഒരു സ്വഭാവ ഗുണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ എല്ലാ ഗുണഭോക്താക്കളെയും ഈ ഒരു പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ആധാർ രേഖയുടെ അടിസ്ഥാനത്തിലാണ്. ഇത്തരത്തിൽ ഒരു ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി ഒരു ഗുണഭോക്താവ് ഇന്ത്യ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളതോ അല്ലാത്തതുമായിട്ടുള്ള ഒരു അംഗൻവാടിയിലും ആ ആധാർ കാർഡ് പ്രകാരം അവരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായത് മനസ്സിലാക്കുക. എന്നാൽ ഇത്തരത്തിൽ ഏത് സ്ഥലത്തും ഈ ഒരു ഗുണഭോക്താവ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പിന്മേൽ നമ്മൾ ടീച്ചർ അവരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രജിസ്ട്രേഷൻ തുടങ്ങി വെക്കുന്ന സമയം ഇത്തരത്തിൽ ബെനിഫിഷ്യറി ഈസ് നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്ന് കാണുന്ന ഒരു എറർ സന്ദേശമായിരിക്കും കാണുക. ഇത്തരം ഒരു സന്ദേശം വന്നു കഴിഞ്ഞാൽ ആ ഗുണഭോക്താവ് പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റേർഡ് ആവുകയുമില്ല, അർഹതാ ലിസ്റ്റിൽ വരികയുമില്ല എന്നുള്ളതാണ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്. 2 കാരണങ്ങളാണ് എററായിട്ട് കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ, ആധാർ നമ്പർ പ്രൊവൈഡഡ് ഈസ് ഓൾറെഡി അസോസിയേറ്റഡ് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ബെനിഫിഷ്യറി, അഥവാ നിലവിൽ ഒരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിലേക്ക് ഈ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സന്ദേശം കാണുന്നത്. എന്നാൽ ഈ ഒരു സന്ദേശം നോക്കുക, ദ ആധാർ നമ്പർ പ്രൊവൈഡഡ് ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു എ മാക്സിമം എക്സിസ്റ്റിംഗ് ബെനിഫിഷ്യറി എന്നാണ്. അതായത് ഒരു ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകളെ ചേർക്കുന്ന ഒരു എണ്ണം മേൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലാവുന്ന സമയത്ത് ഇത്തരത്തിലൊരു സന്ദേശം കാണിക്കും. അതും എറർ സന്ദേശമാണ്. ഈ സന്ദേശം വന്നു കഴിഞ്ഞാലും ഒരു ഗുണഭോക്താവിനെയും ഇത്തരത്തിലുള്ള ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പോഷൻ ട്രാക്കറിന്റെ പുതിയ സവിശേഷത പ്രകാരം ഒരു ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 5 ഗുണഭോക്താക്കളെ വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇത്തരത്തിലൊരു ഇളവ് കൊടുക്കാൻ തന്നെ കാരണം കൃത്യമായി അറിഞ്ഞിരിക്കുക. പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്ത ഒരു ഗുണഭോക്താവ് ഒരു ലാക്ടേറ്റീവ് മദർ ആണെങ്കിൽ അവർ പ്രസവത്തിന് ശേഷം ട്രിപ്ലറ്റ്സ് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിൽ ആ അമ്മയും കൂടി ചേർത്തി 4 പേരായിട്ടുണ്ടാവും. അതിന് പുറമെ ആ അമ്മയ്ക്ക് 6-3 3-6 വേറൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കൂടെ ആ ഒരു അമ്മയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പാകത്തിനാണ് ഇത്തരത്തിൽ 5 പേരെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്താമെന്നുള്ളൊരു ഇളവ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെല്ലാം പുറമെ തന്നെ മൊബൈൽ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൃത്യമായി ചേർക്കേണ്ടത്. ഒരു രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആധാർ രേഖ പോലെ തന്നെ മൊബൈൽ നമ്പറിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് ബന്ധുക്കളുടെ ആവാം, അച്ഛൻ്റെ ആവാം, അമ്മയുടെ ആവാം, ആരുടെ വേണമെങ്കിലും മൊബൈൽ നമ്പർ ആഡ് ചെയ്യാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് ആക്റ്റീവായിട്ടുള്ള സിം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള SMS പ്ലാൻ ഉണ്ടാവണമെന്നില്ല. ആ സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ നമ്പറിന് പകരം വേറെ അച്ഛൻ്റെ മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ സാഹചര്യത്തിൽ കൃത്യമായി അറിഞ്ഞിരിക്കുക. ആ മൊബൈൽ നമ്പറിലെ പരിധി എന്ന് പറയുന്നത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി 4 ഗുണഭോക്താക്കളെ മാത്രമേ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, അമ്മയുടെ മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തി 4-5 ഗുണഭോക്താവിനെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരിക. അല്ല എന്നുണ്ടെങ്കിൽ ഗുണഭോക്താക്കളുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആവാത്തൊരു സാഹചര്യം വരുന്ന സമയം കുറേയധികം ടീച്ചേഴ്സ് അവരുടെ സ്വന്തം മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ടീച്ചറുടെ മൊബൈൽ നമ്പറിൽ തന്നെ 4-ൽ കൂടുതൽ ഗുണഭോക്താക്കളെ വീണ്ടും ടീച്ചറുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ആഡ് ചെയ്യുന്ന സമയവും ഇത്തരത്തിൽ എറർ സന്ദേശം കാണും. അപ്പോഴും നമ്മളെ ഗുണഭോക്താവ് പോഷൻ ട്രാക്കറിലേക്ക് വരില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു സന്ദേശം വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ടീച്ചർ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആധാർ പ്രകാരം ടീച്ചർ ഇപ്പോൾ എൻ്റർ ചെയ്ത ഈ ആധാർ പ്രകാരം എത്ര ഗുണഭോക്താക്കൾ പോഷൻ ട്രാക്കറിനകത്ത് ഉണ്ട് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കുക. അത് അറിയുന്നതിന് വേണ്ടി ടീച്ചർ ചെയ്യേണ്ടത് ഈ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ കൃത്യമായി അറിഞ്ഞിരിക്കുക. ഏതെങ്കിലും അങ്കണവാടി സെൻറ്ററിൽ ഈ മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം അറിയുന്നതിന് ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിനിൽ കയറി അവരുടെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് OTP സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ആധാർ പ്രകാരം എത്ര പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയും. അതേപോലെ തന്നെയാണ് ആ മൊബൈൽ നമ്പർ, അതായത് ടീച്ചർ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇത്തരത്തിലൊരു സന്ദേശമാണ് വന്നതെങ്കിൽ അത് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു,
4ൽ കൂടുതൽ ഗുണഭോക്താക്കളെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള എറർ സന്ദേശം വരിക. അതായത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 4 ഗുണഭോക്താക്കളെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. 5ാമതൊരാളെ ഈ നമ്പർ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്ന സമയം എറർ സന്ദേശം വരും. അതിന് ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിൻ ഒന്ന് കയറി OTP സ്വീകരിച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ഈ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്ര ഗുണഭോക്താക്കൾ ആ സിറ്റിസൺ ലോഗിനിൽ കാണുന്നുണ്ട് എന്നുള്ളത് ടീച്ചർ ഒന്ന് ഉറപ്പാക്കുക. ഉറപ്പായിട്ടും 4 എണ്ണം ഉണ്ടാവും. 4ൽ കൂടുതലാവുമ്പോഴാണ് എറർ വരിക. അപ്പോൾ ആ മൊബൈൽ നമ്പർ മാറ്റി പകരം വേറൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വേണം ഗുണഭോക്താക്കളെ ആഡ് ചെയ്യാൻ. ഇതിൽ 2ൽ ഏതെങ്കിലും ഒരു കാര്യം എറർ വന്നിട്ടുണ്ടെങ്കിൽ, അത് പരിധി വിട്ടുപോയ അല്ലെങ്കിൽ പരിധിയിൽ കൂടുതലുള്ള ഏതെങ്കിലും ഒരു ഡാറ്റയാണ് ഇതിൽ നിന്ന് കൊടുക്കുന്നതെങ്കിലാണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ സക്സസ് ആവാതെ വരുന്നത്. അപ്പോൾ ടീച്ചർ ശ്രദ്ധിക്കുക, ആധാർ ഡീറ്റെയിൽസിൽ പരമാവധി 5 പേര്, മൊബൈൽ നമ്പറിലും പരമാവധി 4 പേര്. ഈ 2 കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ട്രാക്കറിലെ രജിസ്ട്രേഷനുകളൊന്നും തന്നെ വിട്ടുപോവാതെ യഥാസമയം തന്നെ പൂർത്തിയാക്കുക. താങ്ക്